വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിൽ പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. ക്രൈസ്തവ സഭകളുടെയും മുനമ്പം ജനതയുടെയും ആശങ്കകൾക്ക് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയാണ് മന്ത്രി മടങ്ങിയത്. തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളും ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം പാർലമെന്റിലും നിയമസഭയിലും പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ബിഷപ്പ് മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ് എന്നിവരുമൊത്താണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു വരാപ്പുഴ ബിഷപ്പ് ഹൌസിലെത്തി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിൽപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തിയത്. അരമണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ മന്ത്രി തന്നെ മുനമ്പം വിഷയത്തിലെ പരിഹാര സാധ്യതകൾ വിവരിച്ചു. മുനമ്പം വിഷയത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. അപ്പോൾ നല്ലൊരു കൂടിക്കാഴ്ചയായിരുന്നു. തീർച്ചയായും അദ്ദേഹം ചെയ്ത ഈ നല്ലൊരു കൈൻഡ് ജെസ്ചർ നമുക്കെല്ലാവർക്കും സംതൃപ്തിയും സന്തോഷവും പ്രദാനം ചെയ്യുന്നതായിരുന്നു. പ്രത്യേകിച്ച് മുനമ്പത്തെ ജനങ്ങൾക്ക് അവർ മാസങ്ങളായി തുടർന്നു പോരുന്ന ആ സമരം അവസാനിപ്പിക്കുന്നതിനുള്ള പോംവഴികളെ കുറിച്ച് ആലോചിച്ച് വേണ്ടത് ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയുണ്ടായി. ഒരു തുറന്ന ഒരു സംഭാഷണമായിരുന്നു അത്. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കായിരുന്നു. സഭയുടെ മറ്റാവശ്യങ്ങൾ ആരാഞ്ഞ മന്ത്രിക്ക് മുന്നിൽ വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യൻ ജനതയ്ക്ക് നേരെ ഉണ്ടാകുന്ന അക്രമത്തിലെ ആശങ്കയും തീരമേഖലയിലെ പ്രശ്നങ്ങളും ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം പാർലമെന്റിലും നിയമസഭയിലും പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടതായും ബിഷപ്പ് പറഞ്ഞു. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. മന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനം മുനമ്പം വിഷയത്തിലടക്കമുള്ള രൂപതയുടെ ആശങ്കകൾക്ക് അയവ് വരുത്തുന്നതായിരുന്നെന്ന് ബിഷപ്പ് തന്നെ വ്യക്തമാക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ അഭ്യർത്ഥനകളെ കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു എന്നതിലെ സന്തോഷം കൂടിയാണ് ബിഷപ്പിന്റെ പ്രതികരണത്തിലൂടെ പ്രകടമായത്. ജനം, കൊച്ചി.